ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും സുഖമാട്ടോ. അപ്പോൾ ഈ വീട് വന്ന ശേഷം നമുക്ക് ഒരുപാട് പണിയുണ്ട്, അതുകൊണ്ട് ശരിക്കും വീഡിയോ ഒന്നും എടുക്കാനും ഇടാനൊന്നും പറ്റില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഇവിടെ വന്ന ശേഷം വീഡിയോ എടുക്കലൊക്കെ കുറവാണ്. ഇടാനും ഡെയിലി ഇടണം വിചാരിക്കും, ഒന്നിനും സമയം കിട്ടുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ താഴ്ത്താകുമ്പോൾ നമുക്കൊരു പണിയോട് കഴിഞ്ഞ് മുകളിലായതുകൊണ്ട് ഭയങ്കര ഇടങ്ങറായി ഇറങ്ങി കയറിയിട്ട് തന്നെ മതിയാകണം കേട്ടോ. പിന്നെ മേലാസഹിതം വേദനയും, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനും ഒഴിവില്ല കേട്ടോ. പിന്നെ ഉള്ള സമയത്ത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഞാനൊരു 2 ദിവസത്തെ വീഡിയോ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക കേട്ടോ, ലൈക്ക് അടിക്കാം. പിന്നെ വിശേഷങ്ങൾ പറയാൻ കാര്യമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല. നമ്മൾ സിറ്റൗട്ടിൽ വന്നിരുന്നേ നമുക്ക് 2 അണ്ണാൻകുട്ടികളുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ 2 ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഫുഡിൽ വേസ്റ്റൊക്കെ ഇട്ട് ഇങ്ങനെ പിന്നെ വിളിക്കും, നമ്മുടെ കുഞ്ഞാപ്പൂൻ്റെ ഓർമ്മ വരികയാണ് കേട്ടോ. അപ്പം ഞാൻ കുട്ടികൾക്ക് പൊറോട്ട വേണം പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കൈയിട്ട് വെച്ച വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അണ്ണാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്, അവരും കഴിക്കട്ടെ വിചാരിച്ചു. കുറച്ചിട്ട് കൊടുത്താൽ എല്ലാവർക്കും ആയല്ലോ. അപ്പോൾ അങ്ങനെ ബിസ്ക്കറ്റ് ആണെങ്കിൽ എന്താണെങ്കിലും അവരിങ്ങനെ കഴിക്കാൻ വരും കേട്ടോ. പിന്നെ നമ്മുടെ താഴത്തെ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പെയിൻ്റ് അടിക്കണ അതിൻ്റെയൊക്കെ തിരക്കാട്ടോ. പിന്നെ അവരോരോന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കണമല്ലോ. അപ്പം ഞാൻ ഏറ്റവും നമ്മുടെ മേലെ ഞാൻ വീഡിയോയിൽ എനിക്ക് കയറാൻ പേടിയായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ കുട്ടികളാട്ടോ പോയിട്ട് എടുത്തത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അവിടെ ആദ്യം ഒന്ന് ഉരച്ച് കഴുകി വെള്ളമൊക്കെ അടിച്ച് കഴുകിയ ശേഷം പിന്നെ അവർ ഒന്ന് ചുണ്ണാമ്പ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പൂൻ്റെ വീഡിയോ തന്നെ ഉണ്ട് കേട്ടോ കുറേ നേരം. അപ്പോൾ അവരിങ്ങനെ കഴിക്കണതൊക്കെ നോക്കി ഇങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അണ്ണാൻകുട്ടി എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട്, പൊറോട്ട ആയതുകൊണ്ട് ആൾ മെല്ലെ ഇട്ടാ കഴിക്കണേ, കയ്യിൽ പിടിച്ച് എന്നിട്ടാട്ടാ കഴിക്കണം. ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോ കഷ്ണം അങ്ങനെ പൊന്തിച്ച് കഴിക്കണതാണ് നല്ല രസമാണ്. നമ്മളത് 2 ഉണ്ടായിരുന്നു കേട്ടോ. 2 ആ സമയമാകുമ്പോൾ പോയി. പിന്നെ പണ്ടത്തെ ആൾക്കാർ പറയും അണ്ണാൻകുട്ടി വീട്ടിലുള്ളത് നല്ലതാണ്, മാറാത്ത രോഗങ്ങളൊക്കെ മാറും. ശരിയാണ് കേട്ടോ പറഞ്ഞത്. അത് എനിക്ക് കാരണം വിശ്വാസമായി. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ റഹീസ് കുട്ടിക്ക് അത് വന്ന ശേഷമാണ് സർജറിയൊക്കെ കഴിഞ്ഞതും അത് ഒരു ആശ്വാസമൊക്കെ ആയത്. പിന്നെ അതേപോലെ കുടുംബത്തിൽ ചില എൻ്റെ ഒരു എന്താ പറയുക, കുടുംബത്തിൽ കുറച്ച് തെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒന്നായി. അപ്പോൾ അണ്ണാൻ കുഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ രോഗമില്ലാത്ത ആൾക്കാരൊക്കെ രോഗിയാവും, മാറാത്ത സൂക്കുകളൊക്കെ മാറും, അങ്ങനെയൊക്കെ കേട്ടോ പണ്ടത്തെ ആൾക്കാർ പറയണത്. അപ്പോൾ എനിക്ക് ശരിയായിട്ട് തോന്നി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ 2 പോവുകയും ചെയ്തു. പിന്നെ ഞാൻ ഉച്ചക്കൽക്ക് കയ്പ്പക്ക ഉപ്പേരി കേട്ടോ വെച്ച്. കയ്പ്പക്ക ഉപ്പേരി രാവിലെ ദോശ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വീടൊന്നും നമുക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ. കയ്പ്പക്ക കറിയും വെച്ചു, കുറച്ച് കയ്പ്പക്ക ഉപ്പേരിയും വെച്ചു കേട്ടോ. അപ്പോൾ ഷുഗറൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ അരച്ചിട്ട് കയ്പ്പക്ക ഉപ്പേരി കയ്പ്പക്ക കറിയും വെച്ചു. അത് ചൂട് കൊണ്ട് ഇത്തിരി മങ്ങിപ്പോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ തൊട്ട വീട്ടിൽ മേലെ ഇങ്ങനെ പ്രാവുകളൊക്കെ വരുന്നതാണ്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികളാട്ടോ വീഡിയോ എടുത്തത്. അവർ മുകളിൽ കാണിക്കുക, അവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ. റിലീസിനും റിൻഷിക്കൊന്നും പേടിയില്ല. അപ്പോൾ അതാട്ടോ അവർ നമ്മുടെ ടാങ്കാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ ടാങ്ക്. അത് വാറണ്ടി ടാങ്ക്, ഇത് നമ്മുടെ ബ്ലാക്ക് ടാങ്ക്. അത് പെയിൻറ്റിടപ്പാ. ഇത് ചൂല്, നമ്മുടെ ചൂലിതാ. ഓടാ മീൻ പെട്ടി എടുക്കുന്നതാ. ഇതാണ് സിറ്റൗട്ട്. ഇതാ എൻ്റെ കല്ല് നിൽക്കുന്നത്. അയച്ചിയാണ് ഇവിടെ പേടിച്ച് തൂളിയാണ്. അപ്പോൾ റഹീസിന് പേടിയൊന്നുമില്ല കേട്ടോ. നല്ല അവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ട് അവൻ ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ അവനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവൻ കാറ്റും കൊണ്ട് ഇങ്ങനെ നിൽക്കട്ടെ. ഞാൻ വിളിച്ചു വേടാ പറഞ്ഞിട്ട്. പിന്നെ റിൻഷിക്ക് അത്ര ധൈര്യമില്ല, എനിക്കും പേടിയിട്ട പോകാൻ. പിന്നെ അവൻ തന്നെ പോയി വീഡിയോ എടുത്തത്, സൂം ചെയ്തിട്ട് അടുത്തൊക്കെ എടുത്തു. പിന്നെ മോളിൽ നിന്ന് നോക്കിയാൽ മൊത്തത്തിൽ കാണാൻ പറ്റും കേട്ടോ. ഞാൻ പോയതാണെങ്കിൽ നന്നായി വീഡിയോ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവനായതുകൊണ്ട് കുട്ടിയല്ലേ, പിന്നെ അവൻ വിട്ട് നിന്നിട്ടാണ് എടുത്തത്, അതുകൊണ്ട് അധികം എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വേഗം വന്നു. ഇതിൻ്റെ മേലെ അപ്പോൾ സൂം ചെയ്തിട്ട് അവൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ. പിന്നെ നമുക്കിതിന് മേലെ കയറി നിന്നാൽ മൊത്തത്തിൽ എല്ലാവിടെയും കാണാം. ഇവിടുന്ന് ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ ചുങ്കം കൃഷ്ണ റോഡ് ആ വഴി എത്തും കേട്ടോ. എളുപ്പ വഴി ഉണ്ട് നിറയതിൽ. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ എടുത്തത്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഉച്ചക്കിൽ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മീൻ കറി വെച്ചു. നമ്മുടെ പുതിയ പാത്രത്തിൽ തന്നെ കുറച്ച് വറുക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് റിൻഷിമോളുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 മണിക്ക് തന്നെ ഫാത്തിമക്കുട്ടനെ വിളിക്കാൻ പോയി.
അവളെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞ് റിയാസ്ക്കാർക്കും ചോറ് കൊടുത്ത് വിളിക്കാൻ പോയിട്ട് നമ്മൾ ഫാത്തിമാനെ കേട്ടോ ആദ്യം വിളിക്കാൻ പോയത്. അപ്പോൾ ഞാനും ഇന്ന് റഹീസ് കുട്ടി ചുമകാരൻ്റെ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെതാ ഞാൻ റിയാസ്ക്കാർക്ക് ചോറൊക്കെ കൊടുത്ത് റഹീസിനും കൊടുത്ത് ഞാൻ വന്നിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വേഗം പണിയൊക്കെ തീർത്ത് ഞങ്ങൾ പോവുകയാണ് ഫാത്തിമക്കുട്ടിനെ വിളിക്കാൻ. ഫാത്തിമക്കുട്ടിനെ വിളിച്ച ശേഷം പിന്നെ അങ്ങനെ നമ്മൾ ഞാനും ഫാത്തിമയും ഇതാട്ടോ ഫാത്തിമാൻ്റെ സ്കൂള്. ഫാത്തിമയും റഹീസ് കുട്ടി ഞാനും അങ്ങനെ റിൻഷുമോളുടെ അപ്പോൾ അങ്ങനെ ഇതാ മീറ്റിങ്ങിനൊക്കെ പോയി സ്കൂളിൽ പോയി. അത്യാവശ്യം പേരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാർക്കൊക്കെ നോക്കി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം മാർക്കൊക്കെ റിൻഷുമോൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ മേലെ ചുണ്ണാൻ പഠിച്ച ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് മക്കളാണ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് അടിക്കുക കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.